ചെന്നിത്തലയെ വെട്ടിയൊതുക്കി. ഇനി കോൺഗ്രസിൽ KC പക്ഷം മാത്രം. ഷാഫിയിലൂടെ എ ഗ്രൂപ്പും കരുത്താർജിക്കുന്നു. UDF അധികാരത്തിലെത്തിയാൽ വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാലിനെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ നടക്കുന്നത് വലിയ പൊളിച്ചെഴുത്തുകളാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ഡൽഹിയിൽ നടന്ന ചരടുവലികളിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച് ഹൈക്കമാൻഡ് വിശ്വസ്തനായ KC വേണുഗോപാൽ സംസ്ഥാനത്ത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന AI ഗ്രൂപ്പുകളുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിൽ 3-1 KC പക്ഷം തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി. ഇതോടെ ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് KC വേണുഗോപാൽ തന്നെ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരിക്കുകയാണ്. പഴയ AI ഗ്രൂപ്പുകളിലെ പല പ്രമുഖരും ഇപ്പോൾ KC ക്യാമ്പിലാണ്. തൃശൂർ ജില്ലയിലാണ് വേണുഗോപാലിനോട് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ ജനവിധി തേടുന്നത്. 5 പേരാണ് ഇവിടെ. ഇതിൽ 3 പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ 3 പേർ വീതവും മലപ്പുറം, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 2 പേർ വീതവും KC ഗ്രൂപ്പിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. എറണാകുളത്ത് മാത്രമാണ് KC പക്ഷത്തിന് സ്വാധീനം കുറവുള്ളത്. ഒരാൾ മാത്രമാണ് ഇവിടെ വീണ്ടും ജനവിധി തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായെന്ന് കരുതിയ A ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തി ഏവരെയും ഞെട്ടിച്ചു. 21 പേരാണ് A ഗ്രൂപ്പിന്റെ ഭാഗമായി മത്സരിക്കുന്നത്. യുവ നേതാവ് ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ കരുനീക്കങ്ങളാണ് A ഗ്രൂപ്പിന് കരുത്തേകിയത്. എറണാകുളം ജില്ലയിൽ 5 പേർക്ക് സീറ്റ് ഉറപ്പിക്കാൻ ഈ പക്ഷത്തിന് സാധിച്ചു. എന്നാൽ ശക്തമായ നേതൃത്വത്തിന്റെ അഭാവത്തിൽ ഇവരിൽ പലരും തിരഞ്ഞെടുപ്പിന് ശേഷം KC പക്ഷത്തേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ലഭിക്കുന്ന സൂചന. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പിന് ഇത്തവണ കനത്ത പ്രഹരമാണ് ലഭിച്ചത്. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N സുബ്രഹ്മണ്യൻ തുടങ്ങിയ ചെന്നിത്തലയുടെ വിശ്വസ്തരെയെല്ലാം അവസാന നിമിഷം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. എങ്കിലും 16 പേരെ മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. വയനാട്, പാലക്കാട്, എറണാകുളം, കൊല്ലം എന്നീ ജില്ലകളിലാണ് ചെന്നിത്തല പക്ഷക്കാർ കൂടുതലുള്ളത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിശ്വസ്തരായ 8 പേരും ഇത്തവണ മത്സര രംഗത്തുണ്ട്. സിറ്റിംഗ് MP മാർക്ക് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും അവരുടെ നോമിനികൾ പലർക്കും പട്ടികയിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. K സുധാകരന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരിയിൽ KP ഷാജു സ്ഥാനാർത്ഥിയായപ്പോൾ അടൂർ പ്രകാശ് നിർദ്ദേശിച്ച രമ്യ ഹരിദാസ്, മീനാകൽ കുമാർ, ശാന്തകുമാർ എന്നിവർക്കും മത്സരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ നോമിനികളും പട്ടികയിലുണ്ട്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത 9 പേരും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ KC വേണുഗോപാലിന്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകുമോ അതോ പരസ്പരം വെട്ടിമരിക്കുമോ എന്നറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.